സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്ക് ഏവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സദൃശവാക്യങ്ങൾ അധ്യായം 29, 25 തിരുവചനം. മാനുഷഭയം ഒരു കെണിയാവുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട ദൈവം നേരിട്ട് വിശേഷമായ ജ്ഞാനം നൽകിയ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവ് എഴുതിയ സദൃശവാക്യങ്ങൾ 29:25 രണ്ട് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. ആദ്യമായി ഈ തിരുവചനത്തിൽ പറയുന്നത് മാനുഷഭയം എന്ന ഒരു കെണിയെക്കുറിച്ചാണ്. കെണി എന്താണെന്ന് നമുക്കറിയാം. പക്ഷികളെ വേട്ടയാടുവാൻ, മൃഗങ്ങളെ വേട്ടയാടുവാൻ വേട്ടക്കാരൻ വയ്ക്കുന്ന ഒരു വസ്തുവിനെയാണ് കെണി എന്ന് പറയുന്നത്. ആ കെണിയിൽ പിടിക്കുവാൻ ഉദ്ദേശിക്കുന്ന പക്ഷിയെയോ മൃഗത്തെയോ വീഴുവാൻ തക്കവണ്ണം അതിനിഷ്ടപ്പെട്ട ആഹാരം ആ കെണിയിൽ വയ്ക്കുന്നു. ആ കെണിയിൽ വച്ചിരിക്കുന്ന ആഹാരം ഭക്ഷിക്കുവാനായിട്ട് പക്ഷികളോ മൃഗങ്ങളോ വരുമ്പോൾ, അഥവാ അത് ഭക്ഷിക്കുവാൻ ആരംഭിക്കുമ്പോൾ, ആ പക്ഷിയോ മൃഗമോ ആ കെണിയിൽപ്പെടുന്നു. മാനുഷ ഭയം അതുപോലെ ഒരു കെണിയെന്നാണ് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ മാനുഷ ഭയം നിമിത്തം അനേകർ അകാലത്തിൽ തങ്ങളുടെ ജീവനെ നഷ്ടപ്പെടുത്തുന്നു. കുഞ്ഞുങ്ങൾക്ക് അധ്യാപകരെ ഭയം, ചില കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളെ ഭയം, മറ്റു ചില കുഞ്ഞുങ്ങൾക്ക് അവരെ ഭീഷണിപ്പെടുത്തുന്ന സുഹൃത്തുക്കളെ ഭയം. ഈ ഭയത്തിൻ്റെ പട്ടിക ഇനിയും വലുതാക്കാം. എന്നാൽ ഈ ഭയം അസ്ഥാനത്താണ്, അഥവാ ഈ ഭയം ആവശ്യമില്ലാത്തതാണ്. സത്യത്തിൽ നാം ഭയപ്പെടേണ്ടത് നമ്മുടെ സൃഷ്ടാവായ ദൈവത്തെയാണ്. ദൈവത്തെ നാം വാസ്തവമായി ഭയപ്പെടുന്നുവെങ്കിൽ മനുഷ്യരെയോ പിശാചിനെയോ അഥവാ സാത്താനെയോ ഈ ഭൂമിയിലുള്ള യാതൊരു വിപത്തിനെയോ നാം ഭയപ്പെടേണ്ടതില്ല. ദൈവഭയം സർവജയമാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അവനെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയാണ് ദൈവഭയം. അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. രണ്ടാമതായി നാം വായിച്ചു കേട്ട വചനത്തിൽ രക്ഷ പ്രാപിക്കുവാനുള്ള ഒരു ആവശ്യകതയെക്കുറിച്ചും രക്ഷ പ്രാപിക്കുവാനുള്ള നാം ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുക, ദൈവാശ്രയം. ഇത് നമ്മെ രക്ഷയിലേക്ക് നയിക്കുമെന്നാണ് പറയുന്നത്. ഓരോ മനുഷ്യനും ആവശ്യമായിരിക്കുന്നത് ദൈവാശ്രയമാണ്. ദൈവത്തിലുള്ള ആശ്രയം നമ്മെ രക്ഷയിലേക്കും, രക്ഷയിലൂടെ കൃപയുടെ പരിപൂർണതയിലേക്കും നിത്യജീവനിലേക്കും നിത്യരക്ഷയിലേക്കും നയിക്കും എന്നുള്ളതാണ് ഈ വചനത്തിൻ്റെ സാരാംശം. അതുകൊണ്ട് ഇന്ന് നാം എന്തിനെയാണ് ഭയപ്പെടുന്നത്? മനുഷ്യരെയാണോ
മനുഷ്യഭയത്തിന് യാതൊരു ആവശ്യവുമില്ല. ദൈവത്തെ ഭയപ്പെടാം, ദൈവത്തിൽ ആശ്രയിക്കാം, രക്ഷ പ്രാപിക്കാം. ആമേൻ. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും എൻ്റെ ദൈവത്താൽ. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും എൻ്റെ ദൈവത്താൽ. എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും, എന്നെ വിശുദ്ധ ജനം ആക്കിയിടും താൻ. എൻ്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും, എന്നെ വിശുദ്ധ ജനമാക്കിടും താൻ. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ